ഹലോ ഹായ്. ഇത് ഞാൻ കിഡ്സ് ക്യാമ്പിൻ്റെ ടൈമിൽ തിരുവനന്തപുരത്തുണ്ടാകുമ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിഡ്സ് ക്യാമ്പ് നടന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ തിരുവനന്തപുരത്ത് എത്തി. വിഷു കഴിഞ്ഞ് നേരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ എത്തിയത് ഇതായിരുന്നു. കുറച്ച് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്. നമുക്കിതേപോലെ പ്ലക്കാർഡും അതേപോലെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കിഡ്സ് വരുമ്പോൾ. അതേപോലെ അവരുടെ വേണ്ട കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഗെയിമായാലും പെയിൻറ്റിങ്ങിനും അങ്ങനെ കുറേ സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. പിന്നെ എല്ലാവരും അസിസ്റ്റിങ് ചെയ്യുന്നവരാണ്. പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ രാത്രി ഇതേപോലെ ഹാപ്പി അസംബ്ലിയൊക്കെ ഉണ്ടാവും. സോങ്സൊക്കെ ഇട്ടിട്ട് ഗെയിമും അതേപോലെ സ്റ്റാച്ചു മാതിരിയൊക്കെ നിന്നിട്ട് നല്ല രസമാണ് കേട്ടോ. കിഡ്സ് ക്യാമ്പ് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റാണ്. യോഗ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ആയിട്ടാണ് കൊണ്ടുപോവുക. പിന്നെ കിഡ്സ് ആണെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആവും. പിന്നെ ഇവിടെ 2 ആഴ്ച ഇവിടെ തന്നെ താമസിച്ച് ആണ് യോഗ. 2 ആഴ്ച ഫാമിലിയായിട്ടൊന്നും കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പം കുറച്ചൊക്കെ ചിലവർക്കൊക്കെ ഒരു ഹോം സിക്ക് ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ മോർണിംഗ് 6 o'clock ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കൊടുത്തു. അതേപോലെ അവർക്ക് ആ ടൈമിൽ ഹോർലിക്സോ ബൂസ്റ്റോ അല്ലെങ്കിൽ അതേപോലെ റസ്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മോർണിംഗ് ഒരു മിനി സ്നാക്ക് പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ യോഗ ക്ലാസ്സിന് എല്ലാവരും കൂടി വന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലവർക്കൊക്കെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നമ്മളെല്ലാ അസിസ്റ്റൻസും പിന്നെ സുരേഷ് എല്ലാവരും കൂടി ഇരുന്നു. ഇതാണ് നമ്മളുടെ കിഡ്സ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ 10 മണിക്കാണ് നമ്മളെ ബ്രഞ്ച് ടൈം. ഇതേപോലെ കിഡ്സിന് വേറെ തന്നെ ഡൈനിങ് ഹാളായിരുന്നു. ഗസ്റ്റിൻ്റെ കൂടെ ആയിരുന്നില്ല, നമ്മൾ വേറെ തന്നെ കിഡ്സിനായിട്ടൊരു ഡൈനിങ് സെറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ചോറ്, പപ്പടം, മോര്, അങ്ങനെ പിന്നെ കൂട്ടുകറികൾ, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കണതിന് വിഷ്ണു ചേട്ടൻ എന്നെ കളിയാക്കിയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വന്നിട്ട് ഹാളിലിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കർമ്മയോഗ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും ജ്ഞാനേശ്വരനും കിട്ടിയത് ശിവ ഹോൾ ക്ലീനിങ് ആണ്. അതിൽ നമുക്ക് കുറച്ച് കിഡ്സൊക്കെ ഉണ്ടാവും. കിഡ്സിന് നമ്മൾ ചെറിയ ആൾക്കാർക്ക് നമ്മൾ ലീഫ് പിക്കിങ് അങ്ങനെ ചെറിയതൊക്കെ കേട്ടോ കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാനും ജ്ഞാനേശ്വരും കൂടി ഇവിടെ ഹെൽത്ത് ഹട്ട് ഇവിടെ ഹെൽത്ത് ഹട്ട് ഉണ്ട് നെയ്യാർ ഡാമിൽ. അപ്പോൾ അവന് എന്തോ ഒരു ഷേക്ക് കുടിച്ചു, ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. ഞങ്ങൾ ശരിക്കും പോയത് അവിടുത്തെ ടോസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ബ്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്പെഷ്യൽ കാർഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവനാണ് എനിക്ക് വാങ്ങിത്തന്നത്. അതിൻ്റെ ശേഷം ഞാൻ പോയിട്ട് കിഡ്സിന് ആ ടൈമിൽ ഇതായിരുന്നു, ലെക്ചറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അലക്കാൻ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ടു. പിന്നെ നമ്മൾ 1 മണിയായപ്പോൾ നമ്മളുടെ ടീ ടൈം ആയിരുന്നു. ഇന്ന് പഴംപൊരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ലെമണേഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ആവും. തണ്ണിമത്തൻ്റെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാവും. മഴ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ സ്നാക്സൊക്കെ കഴിഞ്ഞ ശേഷം കിഡ്സിന് വേണ്ടിയിട്ടൊരു ഫൺ ക്ലാസ് ഉണ്ടാവും. മേ ബി പെയിൻറ്റിങ് അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട അതേപോലെ ഗെയിമിംഗ് ആണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ, അങ്ങനെ എല്ലാ തരം ഇതുണ്ടാവും. ഹൂല ഹൂപ്സ് ഉണ്ടാവും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കുറേ ബോൾസ് ഒക്കെ ഗെയിമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും പോയിട്ട് ബാത്തിങ് ടൈമാണ്. എല്ലാവരും കുളിച്ച് നല്ല റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 6 o'clock മുന്നേ നമ്മൾ ഡിന്നർ കഴിക്കും കേട്ടോ. അപ്പോൾ അന്ന് പാലപ്പം, നമ്മളെ വെള്ളപ്പം, അതേപോലെ കടലക്കറി, പഴമൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് സൈലൻറ്റ് ടൈമൊക്കെയാണ്. അപ്പോൾ എല്ലാ കിഡ്സും വന്നിരുന്നു. പിന്നെ ഈ ടൈമിലാണ് നമ്മൾ റീഡിങ്ങിന് ബുക്ക് കൊടുക്കും. അപ്പോൾ ഈ ടൈം കുറച്ച് നേരം അവർ ഒന്ന് ടീമായിട്ട് ഇരിക്കുന്നതാണ്. സക്സസ് കഴിഞ്ഞാൽ കിഡ്സിന് ഭയങ്കര എക്സൈറ്റിംഗ് ഉള്ളതാണ് ഹാപ്പി അസംബ്ലി. എല്ലാവരും കൂടി പൊതിഞ്ഞിട്ടുള്ള തന്നെയാണ്. ഇന്നുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാളെ പേര് വിളിക്കും, എല്ലാവരും കൂടി പോയിട്ട് ആളെ ടച്ച് ചെയ്യാണ്. പിന്നെ കിഡ്സ് അല്ലേ, ടച്ച് ചെയ്യലൊന്നുമില്ല, അവർ വന്ന് നമ്മൾ മേലിലേക്ക് തന്നെ വീഴും. അതുകൊണ്ട് ഞാൻ സേഫായിട്ട് അവിടെ ഇരുന്നു.
പിന്നെ നമ്മൾ പാട്ടിടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. രസമാണ് കേട്ടോ. കിഡ്സ് ക്യാമ്പ് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. കിഡ്സും ടീൻസും നമ്മൾ സമ്മർ ക്യാമ്പ് എന്ന് പറയണത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. രാവിലെ മാത്രമേ യോഗ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് ഫണ്ണും ആയിട്ടുള്ള ഗെയിംസ് ആയാലും. ഹാപ്പി അസംബ്ലി കഴിഞ്ഞാൽ നേരെ ആരതി കഴിയും. പിന്നെ പ്രസാദം കിട്ടിയ കുട്ടികൾ നേരെ പോയി കിടന്നുറങ്ങാൻ 6:30-ക്ക് നമുക്ക് സത്സംഗിന് വീണ്ടും അവർക്ക് വരണം. അപ്പോൾ നേരത്തെ നീച്ച് കുളിക്കൊക്കെ വേണം. അപ്പോൾ ഇവിടുത്തെ പ്രസാദത്തിന് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാവും. അതേപോലെ ഇന്ന് ബേസൻ ലഡുവൊക്കെ ആയിരുന്നു. ആ ഫുഡ് ഞാൻ പിറ്റേ ദിവസത്തെ കാണിച്ചതാട്ടോ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ റെയിൻ ഡാൻസും പിക്നിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നമ്മൾ 2 പിക്നിക്കിനൊക്കെ പോയിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട്. അങ്ങനെ 2 വീക്സ് പോയതേ അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നോർമലി നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെയല്ല, കിഡ്സിന് കുറച്ച് റിസ്ക്കിയാണ്. കാരണം അവരെ നമ്മൾ എപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കണം. പിന്നെ അവർക്ക് കുറേ ഡാൻസും പാട്ടും ഒക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിപ്പിച്ച് ലാസ്റ്റ് ദിവസം അതൊക്കെ അവർ കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കിനി കുറേ പരിപാടികളുണ്ട്. ഇതേപോലെ പാക്ക് ചെയ്യണം, ഗിഫ്റ്റൊക്കെ കിഡ്സിന് നാളേക്ക് കൊടുക്കാനുള്ളത്. അതേപോലെ ഹോളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ പോകാൻ. അപ്പോൾ എല്ലാ അസിസ്റ്റൻസും ഉണ്ട്. നമ്മൾക്കിത് പാക്ക് ചെയ്യണതിൻ്റെ തിരക്കിലാണ്. പിന്നെ നമുക്ക് ട്രോഫി ഉണ്ട് കേട്ടോ. ഇതേപോലെ ബോട്ടിൽ, ട്രോഫി, പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത ശേഷം വേണം നമുക്ക് പോയി കിടന്നുറങ്ങാൻ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സത്സംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നെയ്യാർ ഡാമിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ്. ഇങ്ങനെ സൺറൈസ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയറിയോ. അപ്പോൾ കിഡ്സ് എല്ലാവരും കൂടി ഇങ്ങനെ സൈഡിലിരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇരുന്നിട്ടാട്ടോ. അപ്പോൾ ഏപ്രിലൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവായിരുന്നു ഡാമിൽ. പക്ഷെ ഇവിടെ ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭാഗം. എൻ്റെ ടി ടി സമയത്തും നമ്മളെ മോർണിംഗ് വാക്കൊക്കെ അധികം ഈ സൈഡിൽ തന്നെയാവും. അപ്പോൾ സൺറൈസ് കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വാക്കിംഗ് ആയിരുന്നു. കുറച്ചൊക്കെ നമ്മൾ ഇതുവരെ പോവാത്ത കുറേ സ്ഥലത്ത് കൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടോ. കിഡ്സൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം 2 ആഴ്ചയ്ക്ക് ശേഷം അവർ പാരൻസിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെ വരും എന്നുള്ള ഇതൊക്കെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈശ്വരും കൂടി പോയിട്ട് നമ്മളെ ടീ ഏരിയ സെറ്റ് ചെയ്തു. കിഡ്സിന് മോർണിംഗ് സ്നാക്സ് കൊടുക്കണം. അത് കഴിഞ്ഞ് അവർ പാക്കിങ് ചെയ്യാൻ പോവും. അപ്പോൾ നമുക്കുള്ളത് ഇനി പാരൻസ് വരുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്തു. പാരൻസ് ഓരോരുത്തരായി വന്നു. കുറേ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു ക്ലാസ്സിനെ കുറിച്ചിട്ട്. അതാ കിഡ്സ് എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് വന്നു. അങ്ങനെ
നമ്മൾ കിഡ്സിനുള്ള സർട്ടിഫിക്കറ്റും ട്രോഫി എല്ലാതും കൊടുത്തു. അപ്പോൾ ഇന്ന് കിഡ്സ് ക്യാമ്പ് കഴിയണോണ്ട് തന്നെ സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല തിരുവനന്തപുരം സ്പെഷ്യൽ സദ്യയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബോളി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ തലേ ദിവസം തൊട്ട് തന്നെ ഭയങ്കര ബിസിയിലായിരുന്നു. അപ്പം നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അതേപോലെ നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ ശ്രീലങ്കയിൽ നിന്ന് വരുമ്പോൾ ടീയും അതേപോലെ മാഗിയും ഒക്കെ കൊണ്ടു തന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് കിഡ്സ് എല്ലാവരും പോയി. പിന്നെ നമ്മളിതാ എല്ലാ സ്റ്റാഫും ആയിട്ട് ഒന്ന് പുറത്ത് പോവാണ്. നമ്മൾക്ക് സ്റ്റാഫ് ഔട്ട് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കിഡ്സ് ക്യാമ്പൊക്കെ കഴിയുന്ന ടൈമിൽ. അപ്പം നമ്മളെല്ലാവരും ഇത് അസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ സുരേഷ് ജി ഫാമിലി അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനാണ് പോണത്. അപ്പോൾ അവിടെ തന്നെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, കട്ടാക്കട. നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് പോവാറ്. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ. നമ്മളപ്പോൾ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്യണത്. ഇവിടുത്തെ പനീർ ഡിഷസൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ വെജിറ്റേറിയനിൽ അധികം ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പനീറാണ് കൂടുതൽ ഓർഡർ ചെയ്യുക. അതേപോലത്തെ ഇവിടുത്തെ സൂപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊമാറ്റോ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു സ്റ്റാഫ് ഔട്ടിന് വരുന്നപ്പോഴാണ് ഞാൻ ഈ ടൊമാറ്റോ സൂപ്പ് പിടിച്ചിട്ട് അതിൻ്റെ ഫാനായി മാറിയത്. പിന്നെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. പക്ഷേ എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്യും. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ ബട്ടർ മസാലയും അതേപോലെ നാനും ആയിരുന്നു. പിന്നെ എല്ലാവരും പൊറോട്ട, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും, ഭട്ടൂര, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. എന്തൊക്കെയോ എല്ലാവരും ഓർഡർ ചെയ്തു. പിന്നെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. നല്ല രസമാണ്. നമുക്ക് ഗോബി മഞ്ചൂരിയും ഒക്കെ വെജിറ്റേറിയൻ ആണെങ്കിലും, ഞാൻ വലിയ വെജിറ്റേറിയൻ ഫാൻ അല്ലെങ്കിലും രസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. നല്ല രസമല്ലേ കാണാൻ. നമ്മളെല്ലാതും കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂഡിൽസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞ്. പിന്നെ നമ്മളിതാ ഈ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് പുട്ട് ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി അതും കഴിച്ചു. പക്ഷേ എനിക്കന്ന് തൊണ്ടവേദനയായിരുന്നു. എനിക്കപ്പോൾ അന്ന് അധികം വേണ്ടിയില്ല. അതാ നമ്മളുടെ അതുക്കാണ് കഴിക്കുന്നത് ആദ്യം. അതുക്ക് ആദ്യയുടെ അനിയനാട്ടോ, കസിൻ ബ്രദറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ അവിടെ ഹാങ് ഔട്ട് ചെയ്യാച്ച് പോകുന്നപ്പോൾ നമ്മൾ ഐനാജി നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് മേടിച്ചത്. അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് ചൂസ് ചെയ്തത്. എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. നല്ല സ്നേഹബുദ്ധിയായ ചേച്ചിയാണ്. പിന്നെ യോഗേഷിന് കൊടുത്തത് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തു. ഇതാണ് ബഹ്റൈൻ. ശ്രീലക്ഷ്മി, ജ്ഞാനേശ്വരി, യോഗേശ്വരും വിഷ്ണുചേട്ടനും ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും കൂടെ കളിയാക്കിയായിരുന്നു. അന്ന് നമ്മൾ മൂവിക്ക് പോകുന്നുണ്ട്. അന്ന് തുടരുന്ന് റിലീസ് ചെയ്ത ടൈമായിരുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിന് പ്ലേയിങ് ഏരിയ ഉണ്ട്, അതേപോലെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി അതൊക്കെ ആടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജ്ഞാനേശ്വരന് ഭയങ്കര പേടിയാട്ടോ ആടാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് കഴിഞ്ഞ് ആടുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഉറങ്ങി രാവിലെ എണീറ്റു. നമ്മൾ വെളിയിൽ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളൊരു ടീയും നൂഡിൽസൊക്കെ കഴിച്ചു. എൻ്റെ കൂടെ അനൂഷാജി ഉണ്ടായിരുന്നു, ആൾ ശ്രീലങ്ക കേട്ടോ. പിന്നെ നമ്മൾ യോഗേശ്വരൻ്റെ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിറ്റേ ദിവസം അമ്പലത്തിൽ ഇവിടെ കുംഭാഭിഷേകമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പൂജയ്ക്കൊക്കെ പങ്കെടുക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ദിവസം അവിടെ നിന്നത്. ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പിറ്റേ ദിവസം മധുരയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ വിഷ്ണു ചേട്ടനോടും ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളോടും ടാറ്റ പറഞ്ഞിട്ട്
ഇറങ്ങി നെയ്യാർ ഡാമിൻ്റെ അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു, നേരിട്ട് തിരുവനന്തപുരത്തെത്തി. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കയറുന്നത്. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ബീട്രൂട്ട് ഇട്ട മസാല ദോശയൊക്കെയാണ്. അപ്പോൾ ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു വട ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബീട്രൂട്ട് ഉണ്ട് കേട്ടോ. കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കോഫി ഓർഡർ ചെയ്തു. പിന്നെ 2 കട്ട്ലേറ്റും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിനി വേറെ ഫുഡൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഏകദേശം മധുരയിലെത്താൻ ഒരു 4-5 മണിയൊക്കെ ആവും. ഏകദേശം ഇവിടുന്ന് 11:30 തോന്നുന്നുണ്ട് ട്രെയിൻ. ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ സ്ക്വാഡൊക്കെ ഉണ്ടായിരുന്നു, ഡോഗ് സ്ക്വാഡൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങി. ട്രെയിൻ എടുക്കാനാകുമ്പോഴേക്കും ഫുള്ള് സീറ്റും ഫുള്ളായിരുന്നു. ഞാൻ പിന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം എൻ്റെ ഒപ്പം ഒരു ഫാമിലി ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇങ്ങനെ കുറേ പേര് നമ്മുടെ സീറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് പോകും. അപ്പോൾ കിഡ്സ് ആണെങ്കിൽ അതിങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് മേടിക്കും. അപ്പോൾ അതൊരു നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ അപ്പോൾ അത് ഓൾറെഡി നടക്കുന്ന കാര്യമാവും. പക്ഷെ നല്ല നല്ല ഡോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഇടയ്ക്ക് ഞാൻ കയറി ചാടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഞാനങ്ങനെ ഇതിനോടൊന്നും വലിയ ക്രേസില്ല. അങ്ങനെ ഇതാ മധുരയിലെത്തി. അപ്പം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മംഗളാണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആശ്രമത്തിൽ മേഘ കണ്ടു. അപ്പം ഞാൻ ഭയങ്കര അവളൊക്കെ കുറച്ചായി കണ്ടിട്ട്, അപ്പോൾ ആശ്രമത്തിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരിതിലായിരുന്നു. മധുരയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേറ ജെൽ എന്തെങ്കിലും മേടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടെ റിലയൻസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളുടെ ജിഗർദണ്ഡ വരുന്നത്. അപ്പോൾ കുറച്ചായി ജിഗർദണ്ഡൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞാൻ മംഗളണ്ണനും എനിക്കും ഓരോന്ന് കഴിച്ചു. അതിന് ശേഷം മേഘയ്ക്കൊന്നും നമ്മൾ പാർസലും മേടിച്ചിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മളിത് ആശ്രമത്തിലെത്തി. ഏകദേശം ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നു. 6 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം ബാഗൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ചേഞ്ചസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഹട്ട് പോലത്തെ എന്തൊക്കെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗൊക്കെ ഞാൻ ഡോമിൽ കൊണ്ടുവച്ചിട്ട് വന്നപ്പോൾ ഇതായിരിക്കുന്നു മേഘ, അതേപോലെ മനോമണിയൊക്കെ എന്നെ കണ്ടു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയൊരു സ്റ്റാഫ്, ദേവി പറഞ്ഞിട്ടുള്ള സ്റ്റാഫ്. പിന്നെ അത് നമ്മളുടെ തരുൺ നമ്മളെ വേണ്ടപ്പെട്ട ബ്രദറാണ്. പിന്നെ മാലിനി വന്നു, അതേപോലെ മണീനെ പോയി കണ്ടു, അഖില ചേച്ചി, ദേവ്ദീപ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടീൻസ് ക്യാമ്പിന്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഫുഡ് തികഞ്ഞില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും എൻ്റെ അടുത്ത് ന്യൂഡിൽസ് ഉള്ളത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ടോ. അങ്ങനെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെൻ്റെ മെമ്മറീസാണ്. എനിക്ക് പിന്നെയും കാണാമല്ലോ വിചാരിച്ചിട്ട് ഞാനിതെടുത്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.